ഹായ് ഓൾ, എല്ലാവർക്കും യൂണിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ HSAയുടെ മുൻവർഷ ചോദ്യ പേപ്പറുകളിലെ PYQ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജനറൽ പാർട്ടിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനനുസരിച്ച് നമ്മുടെ സ്റ്റഡി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നോക്കുന്നത് എക്സാം കോഡാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. എന്താണ് 013/2022 HSA മാത്തമാറ്റിക്സിൽ ചോദിച്ച ജനറൽ പാർട്ടിലെ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ടേബിൾ. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ ഏതാ കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് എന്ന് നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് നോക്കാം. വൈകുണ്ഠ സ്വാമികൾ പ്രാചീന മലയാളം തന്നിട്ടുണ്ട്, ചട്ടമ്പി സ്വാമികൾ ആത്മവിദ്യാ കാഹളം, വാഗ്ബടാനന്ദ അരുൾനൂല്, ശ്രീനാരായണ ഗുരു ദൈവദശകം. ഇനി അതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ താഴെയാണ് ABCD ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. മാറി മുകളിലുള്ളത് നോക്കി കുത്തരുത്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് എന്ന് നമ്മൾ നോക്കുക. വൈകുണ്ഠസ്വാമികളാണോ പ്രാചീന മലയാളം രചിച്ചത്? അല്ല അല്ലേ, അത് ചട്ടമ്പി സ്വാമികളുടേതാണ്. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണ്. ഇനി ചട്ടമ്പി സ്വാമികൾ ആത്മവിദ്യാ കാഹളം എന്ന് കൊടുത്തേക്കുന്നു, അത് തെറ്റാണ്. ആത്മവിദ്യാ കാഹളം ആരുടേതാണ്? വാഗ്ബടാനന്ദൻ്റേതാണ് ആത്മവിദ്യാ കാഹളം. ഇനി വാഗ്ബടാനന്ദ അരുൾനൂൽ എന്ന് കൊടുത്തേക്കുന്നു, അതും തെറ്റാണ്. അത് ആരുടേതാണ് അരുൾനൂല്? അത് വൈകുണ്ഠ സ്വാമികളുടേതാണ് അരുൾനൂല്. ഇനി ശ്രീനാരായണ ഗുരു ദൈവദശകം, കണ്ടോ, ശ്രീനാരായണ ഗുരു ദൈവദശകം തന്നിരിക്കുന്നു, അത് കറക്റ്റാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം. അപ്പോൾ ഇതിൽ 4 മാത്രമാണ് കറക്റ്റ്. അപ്പോൾ 4 മാത്രമാണ് ശരി എന്നുള്ള ഉത്തരം. ഒള്ളി 4 ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കേട്ടോ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മാച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മാരിയപ്പൻ തങ്കവേലു ടോക്കിയോ പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിരുന്നു കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീ പ്രകാരം ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിരുന്നു. അത് നമുക്കത് നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ലിസ്റ്റ് ഫസ്റ്റ് വിത്ത് ലിസ്റ്റ് സെക്കൻഡ് അല്ലേ. ഇവിടെയും മാച്ച് ദ ഫോളോയിങ് ആണ്. രാജ്യങ്ങൾ തന്നിട്ടുണ്ട്, ആ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിച്ച ആശയങ്ങളാണ് അടുത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യവും ഏതാണ് എന്ന് മാച്ച് ചെയ്യണം. കണ്ടോ, ഇവിടെ മാച്ച് ചെയ്യാനായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് അല്ലേ. ഏതൊക്കെയാണ് രാജ്യങ്ങൾ തന്നിരിക്കുന്നത്? അയർലൻഡ് ഉണ്ട്, അയർലൻഡ്, നമ്മുടെ USSR, ബ്രിട്ടൻ, USA. ലിസ്റ്റ് 2 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, റൂൾ ഓഫ് ലോ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ഇതിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യത്തിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എടുത്തേക്കുന്നത്? ഏതാണ്? നമ്മുടെ എന്താണ്, റഷ്യ അല്ലെ, USSRൽ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എടുത്തേക്കുന്നത്. ഇനി റൂൾ ഓഫ് ലോ ഏത് രാജ്യത്ത് നിന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ്, ബ്രിട്ടൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സോ USAയിൽ നിന്നാണ്. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയോ അത് അയർലൻഡിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ്? A4, B ഏതാണ്? 1, C 2, D 3. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A ആണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ A ആണ് കേട്ടോ. ഓപ്ഷൻ A ആണ് ശരിയായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ മാച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് തന്നെയാണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. വ്യക്തികളും തന്നിട്ടുണ്ട്, അവരുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് മിഷൻസും തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നും ആ മിഷനിൽ നിന്നും ആരാണ് എന്ന് നോക്കാം. നമുക്ക് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അത് ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, A1 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ്? Aയും ഉണ്ട്, Cയും ഉണ്ട്. അപ്പോൾ ബാക്കി 2 നമുക്ക് ആദ്യമേ അങ്ങ് വെട്ടിക്കളയാം അല്ലേ. A1 അല്ല അതിലൊന്നും വരുന്നത്. അടുത്ത ലണ്ടൻ മിഷൻ സൊസൈറ്റി. ലണ്ടൻ മിഷൻ സൊസൈറ്റി ആരാണ്? റെവറൻഡ് മെഡ് ആണ് കേട്ടോ, റെവറൻഡ് മെഡ് ആണ്. ഇനി ചർച്ച് മിഷൻ സൊസൈറ്റി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചർച്ച് മിഷൻ സൊസൈറ്റി അത് ബെഞ്ചമിൻ ബെയ്ലി ആണ്, ബെഞ്ചമിൻ ബെയ്ലി ആണ്. ദെൻ ട്വിങ്കിൾ ലാബ് സാൽവേഷൻ ആർമി, ട്വിങ്കിൾ ലാബ് സാൽവേഷൻ ആർമി ആണ്. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻസ്? A1, B ഏതാണ്? B3, C2,
D4 അതും ഏതാണ്? അതും ഓപ്ഷൻ എ ആണ് അങ്ങനെ മാച്ച് ചെയ്തേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടത്തെയും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇതുവരെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസിൽ മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു അല്ലേ കൂടുതൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രാണ പോർട്ടൽ ഈസ് മെൻ ഫോർ. പ്രാണ പോർട്ടൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് ദ യോഗ പ്രാക്ടീസസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഓപ്ഷൻ ബി മോണിറ്ററിംഗ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. ഓപ്ഷൻ സി മോണിറ്ററിംഗ് ദ ആക്സിഡൻറ്റ് കേസസ് ഇൻ ഇന്ത്യ. ഓപ്ഷൻ ഡി മോണിറ്ററിംഗ് ദ വിറ്റാമിൻ ഡെഫിഷ്യൻസി എമംഗ് ഗേൾസ്. അപ്പോൾ പ്രാണയാമ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എന്താണ് ആ ബ്രീത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് നമ്മുടെ പ്രാണയാമ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്നും ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്താണ് മോണിറ്ററിംഗ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം, അതുമായി ബന്ധപ്പെട്ടതാണ് പ്രാണ പോർട്ടൽ എന്ന് ഓർത്തിരിക്കുക. മോണിറ്ററിംഗ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് നോക്കി അതിലൊരു ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, NTPC has signed the MOU to set up country's first green hydrogen mobility project. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രൊജക്റ്റ് എവിടെയാണ്? NTPC ഏതുമായി ബന്ധപ്പെട്ടാണ് സൈൻ ചെയ്തേക്കുന്നതെന്ന് ചോദിക്കുന്നു. ഈ പറഞ്ഞേക്കുന്ന 4 സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. അതിലേതുമായി ബന്ധപ്പെട്ടാണ് NTPC MOU സെറ്റപ്പ് അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒപ്പിട്ടേക്കുന്നത് എവിടെയാണ്? അത് നമ്മുടെ ലഡാക്കാണ് കേട്ടോ. ലഡാക്കാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്. ലഡാക്കാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പേഴ്സൺ അല്ലേ. ഹിൻഡ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും പേഴ്സൺ ആര് എന്ന് മനസ്സിലാക്കി എടുക്കാനാണ്. ഒന്നാമത്തെ ക്ലൂ ഹിൻഡ് എന്ന് പറയുന്നത് ഹി സ്റ്റാർട്ടഡ് ദ മൂവ്മെൻറ്റ് സമത്വ സമാജം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം തന്നെ നമുക്കറിയാം അല്ലേ, സമത്വ സമാജം ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് അല്ലേ. വൈകുണ്ഠസ്വാമിയാണ് 1836 വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് ടു മേക്ക് മിറർ കൺസർട്ടേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ എന്താണ്? നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി അതാരാണ്? അതും വൈകുണ്ഠസ്വാമികളാണ്. ദെൻ അഖിലത്തിരുട്ട് ഈസ് വൺ ഓഫ് ഹിസ് പബ്ലിക്കേഷൻസ്. ആ വ്യക്തിയുടെ ഒരു ബുക്കാണ് അഖിലത്തിരുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായി വരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ എന്താണ് കുറച്ചധികം ക്ലൂസ് തന്നിട്ട് വ്യക്തിയെ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. അപ്പോൾ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ, ദ കമ്മീഷൻ ഹാവ് ദ പവർ ഓഫ് പ്രോസിക്യൂഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് വിധി നടപ്പിലാക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല അല്ലേ, അത് കോടതികൾക്കാണുള്ളത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പവർ ഓഫ് പ്രോസിക്യൂഷൻ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് അല്ലേ, തെറ്റാണ്. അപ്പോൾ നമുക്ക് തെറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഹിന്റ് എന്ന് പറയുന്നത് ദ കമ്മീഷൻ ക്യാൻ വിസിറ്റ് ടു ജയിൽസ് ടു സ്റ്റഡി ദ കണ്ടീഷൻസ് ഓഫ് ഇൻമേറ്റ്സ്. അപ്പോൾ ജയിലിൽ അധിവസിക്കുന്ന കുറ്റവാളികളുടെ എന്താണ് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് കമ്മീഷന് ജയിൽ വിസിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അത് ശരിയാണ്, അവർക്ക് ജയിൽ വിസിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അടുത്ത, ജസ്റ്റിസ് ശ്രീ രംഗനാഥ മിശ്ര വാസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് NHRC. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? നമുക്കറിയാം അല്ലേ, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. അപ്പോൾ അതും ശരിയായിട്ടുള്ളതാണ്. നമ്മളോട് തെറ്റാണ് ചോദിച്ചത്. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്. ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12 ഒക്ടോബർ 1993. എന്നാണ് രൂപീകൃതമായത്? 1993 ഒക്ടോബർ 12-നാണ്. അതും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് നോക്കുമ്പോൾ ഏതൊക്കെയാണ് 2ഉം 3ഉം 4ഉം ശരി എന്ന് തന്നേക്കുന്നതൊക്കെ നമുക്ക് വെട്ടിക്കളയാനായിട്ട് പറ്റും. ഇവിടെ എന്താണ് 2ഉം 3ഉം 4ഉം തെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് വെട്ടിക്കളയാനായിട്ട് പറ്റും. ഇതിലേതാണ്? ഓപ്ഷൻ ബിയിൽ 4 തെറ്റെന്ന് പറയുന്നു, അപ്പോൾ ആ ഓപ്ഷൻ വെട്ടിക്കളയാം. ഓപ്ഷൻ സിയിൽ 2ഉം 4ഉം തെറ്റാണെന്ന് പറയുന്നു, അപ്പോൾ അതും നമുക്ക് വെട്ടിക്കളയാം. ഓപ്ഷൻ ഡിയിൽ 4 തെറ്റെന്ന് പറയുന്നു, അതും വെട്ടിക്കളയാം. അപ്പോൾ പിന്നെ ഏതാണ്?
ഓപ്ഷൻ ഫസ്റ്റ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഫസ്റ്റ് ആണ്. അവർക്ക് എന്തില്ല, പവർ ഓഫ് പ്രോസിക്യൂഷനുള്ള അധികാരമില്ല എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് വിധി നടപ്പിലാക്കാനുള്ള അധികാരമില്ല എന്ന് ഓർത്തിരിക്കുക. എന്താണ്, ജയിലിൽ ഇൻമേറ്റ്സിനെ വിസിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജസ്റ്റിസ് ശ്രീ രംഗനാഥ മിശ്രയായിരുന്നു. ഇത് രൂപീകൃതമായത് 1993 ഒക്ടോബർ 12 അതും വളരെ ശരിയാണ്. ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ദ ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2020? ഇപ്പോൾ 2022 നടന്ന എക്സാമിന് 2000 ഇൻഡെക്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വിവിധ ഇൻഡെക്സുകൾ നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മുൻപത്തെ ഒരു 2 വർഷം മുമ്പുള്ള ഇൻഡെക്സുകൾ നോക്കി വെക്കുക. 22 എക്സാമിന് 20 ഇൻഡെക്സ് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ 2020 ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കുന്നു. അത് 122 കേട്ടോ. 122. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 122. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ഫോർ എ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഫോർ പ്രൊവൈഡിംഗ് റിക്വസ്റ്റഡ് ഇൻഫർമേഷൻ അണ്ടർ RTI ആക്ട് 2005 കൺസേണിംഗ് ദ ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ? എന്താണ്, ഒരു വ്യക്തിയുടെ ജീവനെയോ ജീവിതത്തെയോ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിൽ RTI സമർപ്പിച്ചാൽ നമുക്ക് എത്ര സമയത്തിനുള്ളിൽ മറുപടി കൊടുക്കണം, അല്ലേ? നമ്മുടെ എന്താണ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എത്ര സമയത്തിനുള്ളിൽ മറുപടി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഹിന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ, അല്ലേ? ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സണെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ RTI സമർപ്പിക്കുന്നതെങ്കിൽ എത്ര സമയത്തിനകം കൊടുക്കണമെന്ന് ചോദിച്ചാൽ വിത്തിൻ 48 hours, അല്ലേ? എന്താണ്, 48 മണിക്കൂറിനകം, 2 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യുക, മറുപടി കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഏരിയാസിൽ നമ്മൾ നോക്കിയിരിക്കണം എന്നൊരു ഐഡിയ കിട്ടിക്കാണോ, അല്ലെ? കൂടുതലും മാച്ച് ദ ഫോളോയിങ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും 1 2 അറിയാമെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഉത്തരത്തിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി ചോദിച്ചിരിക്കുന്നു, ഇന്ത്യയുടെ ഇൻഡെക്സ്, അല്ലേ? ഇൻഡെക്സ് ചോദിച്ചിരിക്കുന്നു, ഒളിമ്പിക്സിനെ പറ്റി ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഒളിമ്പിക്സ് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിപ്പോയി, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ്, നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഇപ്പോൾ ജനറൽ പേപ്പറിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് നോക്കിയത് നമ്മുടെ പെഡഗോജി പാർട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം ഏരിയാസ് ഒന്ന് ജസ്റ്റ് നോക്കി പോകാനായിട്ട് നോക്കുക കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുക, ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും മതി. അപ്പോൾ നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തൊരു പാർട്ടിൽ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത 10 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എന്നിട്ട് ഓരോ സബ്ജക്റ്റിലെയും ജനറൽ പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.